ഹായ്, എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് ഹാർഡ് എക്സാം എഴുതിയത്. ദൈവസഹായം കൊണ്ട് എനിക്ക് പാസ്സാവാൻ പറ്റി. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത് മെഡ്വെഞ്ചർ ടീമിനോടാണ്. എല്ലാ വിധത്തിലും അവരൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫയൽസും വീഡിയോ ക്ലാസ്സസും പിന്നെ അവർ നമുക്ക് മെൻറ്റേഴ്സിനെ തരും. അവരാണെങ്കിൽ നമുക്ക് ഡൗട്ട്സൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്ത് തരും. ഏത് സമയത്തും നമുക്ക് വേണ്ടിയിട്ട് അവർ അവൈലബിൾ ആണ്. പിന്നെ എക്സ്പെഷ്യലി കൃപ മാം, എൽദോ സാർ, ആൻഡ്രോ സാർ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി. പിന്നെ അതിലും കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള മുന്നേ പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് അവർ എനിക്ക് ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് അത് തന്നെ പറയാനുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുക എന്നുള്ളതിന് പകരം എത്രമാത്രം ആൾക്കാരോട് നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡൗട്ട്സൊക്കെ ഷെയർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നോക്കുക. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അതായിരിക്കും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുക. അപ്പം എല്ലാവരും ആരാണെങ്കിലും നമുക്ക് എപ്പോഴും ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നവരാണ്. പിന്നെ എനിക്ക് എക്സാം 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അതിൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇപ്പം എക്സാം ഭയങ്കര ഈസിയാണ് അങ്ങനെ. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാം നാസൻ ജിഹാദ് ഫയൽസ് നിന്ന് വന്നത് തന്നെയാണ്. അതിൽ ഒരു 10 to 14 ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ലാത്ത ഇതാണ്. പക്ഷെ അത് നമുക്കൊരു 3-4 തവണ വായിക്കുമ്പോൾ കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ടൈപ്പ്. പിന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻ ഇതിലൊന്നും പെടാത്ത, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ടൈപ്പ് എനിക്ക് വന്നായിരുന്നു. അന്ന് എക്സാം എഴുതിയിട്ടുള്ള 2 പേരോട് ഞാൻ ചോദിച്ചപ്പോൾ 2 പേർക്കും കുറച്ച് എക്സാം ഡിഫിക്കൽട്ടായിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ അത് അന്നത്തെ ഡേൻ്റെ എന്തെങ്കിലും ആണോ അറിയില്ല. പിന്നെ കാൽക്കുലേഷൻ പോർഷൻസൊക്കെ എനിക്ക് വന്നത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ, ഞാൻ പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. 7 to 8 കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് കൂടുതലും ചോദിച്ചത് കേസ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഓൾമോസ്റ്റ് എല്ലാം കേസ് ടൈപ്പ് തന്നെ ചോദിച്ചത്. അപ്പോൾ അത് വായിക്കാൻ ഒരുപാട് സമയം വേണം. അത് എല്ലാവരും ആ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള 2 പേരുണ്ട്. നമ്മളെ മെഡ്വെഞ്ചറിന് ആദ്യം പാസ്സായി പോയ ഡോക്ടർ രാജ, പിന്നെ എൻ്റെ ഫ്രണ്ട് റിസ്ന. അവരോട് രണ്ടോടേക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയല്ല. വേറെയും സ്റ്റുഡൻസ് ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അവരോടൊക്കെ താങ്ക് യു. പിന്നെ ഇനി എക്സാം എഴുതാൻ പോകുന്നവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഡേറ്റ് എടുത്തിട്ട് എഴുതുക. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ പാറ്റേൺ ഉടനെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഒത്തിരി മുന്നേ ഞാനൊരു ജൂൺ മാസം എക്സാം എഴുതാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പം ക്രെഡൻഷ്യലിനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പം എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നവർ അതൊക്കെ നോക്കുക. എത്രയും പെട്ടെന്ന് പേപ്പർ വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ജോബിനും കാര്യത്തിനൊന്നും പോകുന്നില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ശരിക്കും ഒരു 2 weeks or 1 month മതി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ, നല്ല വൃത്തിക്ക് പഠിക്കാൻ. അതല്ലാത്തവരാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുത്തിട്ട് ഒരു 2 months ഒക്കെ ആക്കിയിട്ട് നോക്കുക. എത്രയും പെട്ടെന്ന് എക്സാം എഴുതുക. പിന്നെ ഒരിക്കൽ കൂടി മെഡ്വെഞ്ചർ ടീമിന് ഒരുപാട് താങ്ക് യു.